ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മെഹന്തി വീഡിയോ ആണ് കാണിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ 2 ലൈൻസ് ആദ്യം വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് ആ ഒരു സ്പൈറലിന് മുകളിൽ പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിന് മുകളിൽ ഷേപ്പ് വരുന്ന രീതിയിൽ അടുപ്പിച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ വരച്ചു കൊടുത്തിട്ടുള്ള ഫ്ലവറിന് 5 പെറ്റൽസും സൈഡിലായിട്ട് കൊടുക്കുന്ന ഫ്ലവേഴ്സിനൊക്കെ 4 പെറ്റൽസും ഇതാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലുള്ള ഫ്ലവറിൻ്റെ തൊട്ടടുത്ത സൈഡിലും ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. തൊണ്ടയ്ക്ക് ചെറിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസിൽ സൗണ്ടൊക്കെ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. 2-3 ദിവസം കൊണ്ട് ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കിയതാണ്. ഇനി ഈ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ 5 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ രണ്ടാമത്തെ ലൈനിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. ഇനി കുറച്ച് ഗ്യാപ്പിട്ട ശേഷം 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ലൈനിൻ്റെയും അതുപോലെ തന്നെ ഹംസിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിൽ ഇതുപോലെ ചെരിഞ്ഞ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ലൈൻസും ഒന്ന് കട്ടി കൂട്ടി തന്നെ വീണ്ടും ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിന് മുകളിലായിട്ട് 2 സൈഡിലും വരുന്ന രീതിയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ വരച്ചെടുത്ത എല്ലാ ലൈൻസിന് മുകളിലും ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. വീഡിയോസൊക്കെ കുറേ പേര് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം തീരെ കുറവാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇനി ഈ ഒരു ലൈനിന് മുകളിലായിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലൈനിന് മുകളിലായിട്ട് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ലൈനിൻ്റെ 2 സൈഡിലും ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് കർവ് വരുന്ന ലൈൻസ് ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ലൈനിന് മുകളിൽ എന്ന ഷേപ്പ് വരുന്ന പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിനുള്ളിലൊന്ന് ഫില്ല് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ലൈനിൻ്റെ പുറത്തായിട്ട് അടുത്തൊരു ലൈൻ കൂടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നിനി ലൈവിൽ വീഡിയോ ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ലൈവിൽ വരാം. ഇനി ഈ ഒരു ലൈനിന് മുകളിൽ വീണ്ടും ഒരു ലൈനൊന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിന് മുകളിൽ സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിലായിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 പെറ്റൽസ് ഇതുപോലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവറിനോട് ചേർന്നിട്ട് തന്നെ അടുത്തൊരു സ്പൈറൽ വരച്ചെടുക്കുക. അതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പെറ്റൽസ് ഒന്ന് വലുപ്പത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ലൈന് മുഴുവനും ഇതുപോലെ സ്പൈറൽ വരച്ചിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇത്തിരി കൂടെ എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ കുറച്ച് സ്ലോയിൽ കാണിക്കുന്നത്. ഓരോ വീഡിയോസും 35-40 മിനിറ്റോളം സമയം എടുത്തിട്ടാണ് വരച്ചെടുക്കുന്നത്. അതിനെ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ 6-7 അല്ലെങ്കിൽ 8 മിനിറ്റോ ആക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയും സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോസിന് തീരെ ലെങ്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി താഴെ വരച്ചെടുത്ത പോലെ തന്നെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ലൈനായിട്ട്
വീണ്ടും സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ പെറ്റൽസ് വരുന്ന ഫ്ലവർ ഒന്ന് വരച്ചെടുക്കുക. ഇനി താഴെ വരച്ച ഫ്ലവറിൽ നിന്ന് മുകളിലെ ഫ്ലവറിലോട്ട് ഇതുപോലൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ലൈൻസിന് മുകളിലൂടെ സൈഡിലോട്ടായിട്ടും 2-3 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക. ഇനി ഈ കോളങ്ങളുടെ ഓരോ ലൈനിലും ഇതുപോലെ സെൻറ്ററിലൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഡോട്ടിന് 2 സൈഡിലോട്ടായിട്ട് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ കിട്ടും. ഇതുപോലെ എല്ലാ കോളങ്ങളുടെ ഉള്ളിലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മുകളിൽ വരച്ചെടുത്ത ഫ്ലവേഴ്സിന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും 3 ലീവ്സ് വീതം ഇതുപോലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈയിൻ്റെ മുകൾ ഭാഗത്ത് അടുത്തൊരു ഡിസൈനിൻ്റെ സ്റ്റെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.